വാർത്താപ്പകലിൽ കുറച്ചധികം വാർത്തകൾ വന്നു. വാർത്താപ്പകൽ സംഭവിച്ച വാർത്തകളെല്ലാം, പ്രത്യേകിച്ചും ഈ വാർത്താപ്പകലിലെ ന്യൂസ് ചാനലുകളൊന്നും കാണാൻ കഴിയാതെ പോയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. വാർത്താപ്പകൽ. താരസംഘടന അമ്മയുടെ അഡ്ഹോ കമ്മിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ജഗദീഷ് ഒഴിവായി. താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയെന്ന് സൂചന. പഴയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഒഴിവായതെന്ന് ജഗദീഷ് 24-നോട്. അന്തരിച്ച CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കുന്നതിൽ അനിശ്ചിതത്വം. മകൾ ആശ ഹൈക്കോടതിയെ സമീപിച്ചതോടെ ഒത്തുതീർപ്പ് നീക്കങ്ങളുമായി CPIM ജില്ലാ നേതൃത്വം. സഹോദരി ആശയെ ചിലർ രാഷ്ട്രീയായുധമാക്കിയെന്ന് MM ലോറൻസിന്റെ മകൻ ML സജീവൻ 24-നോട്. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായ മഴ തുടരും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി ചൊക്രമുടിയിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം. വിവാദ ഭൂമി സന്ദർശിച്ച് ഉദ്യോഗസ്ഥ സംഘം. വകുപ്പ് തലത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ. കോട്ടയം പാലാ ബൈപ്പാസിൽ അടിയിൽ കുരുങ്ങിയ സ്കൂട്ടറുമായി ലോറിയോടിയത് 8 കിലോമീറ്റർ ദൂരം. സ്കൂട്ടർ വലിച്ചിഴച്ചത് റോഡരികിൽ സംസാരിച്ചു നിന്ന യുവാക്കളെ ഇടിച്ചിട്ട ശേഷം. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ചികിത്സയിൽ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വന്യജീവി ആക്രമണം. തൃശൂർ അതിരപ്പിള്ളിയിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാനയെത്തി. അട്ടപ്പാടി മട്ടത്തുകാടിന് സമീപം കാട്ടാന കൃഷി നശിപ്പിച്ചു. മൂന്നാർ കടലാറിൽ കടുവയുടെ ആക്രമണത്തിൽ പശുചത്തു. മറയൂരിലും കോതമംഗലം നീണ്ടപാറയിലും കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മെഡിക്കൽ കോളേജുകളിലെ NRI ക്വാട്ട നിർത്തലാക്കണമെന്ന് സുപ്രീം കോടതി. അർഹരായവർ പുറത്തുനിൽക്കുമ്പോൾ NRI ക്വാട്ട അനാവശ്യമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. NRI ക്വാട്ട ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന പഞ്ചാബ് ഹൈക്കോടതി വിധി ശരിവച്ചു. തുടർച്ചയായ 2ാം ദിവസവും സർവകാല റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില. പവന് 160 രൂപയും ഗ്രാമിന് 20 രൂപയും കൂടി. ചരിത്രത്തിലാദ്യമായി ഒരു പവന് 56,000 രൂപയും ഗ്രാമിന് 7,000 രൂപയുമായി. ഈ മാസം മാത്രം ഒരു പവന് കൂടിയത് 2,640 രൂപ. പെരുമ്പാവൂരിൽ ബീവറേജ് പരിസരത്തെ അടിപിടിയിൽ പരിക്കേറ്റയാൾ മരിച്ച കേസിൽ പ്രതികൾ പോലീസ് പിടിയിൽ. മരിച്ചത് പെരുമ്പാവൂർ മൂടിക്കൽ സ്വദേശി ഷംസുദ്ദീൻ. അറസ്റ്റിലായത് പെരുമ്പാവൂർ സ്വദേശികളായ അജിംസും ബാവയും. ഇതൊക്കെയാണ് ഇന്ന് വാർത്താപ്പകലിൽ വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. ഈ പകലൊടുങ്ങുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന വാർത്തകൾ ഇതൊക്കെയാണ്.